Hi all. Today we are going to discuss BEGC 106 Popular Literature. നമുക്കറിയാം നമ്മളിതിനു മുമ്പ് രണ്ട് മൂന്ന് സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ നമുക്കിന്ന് നോക്കാനുള്ളത് പോപ്പുലർ ലിറ്ററേച്ചറാണ്. സോ അതിൽ ഒന്നാമത്തെ ബ്ലോക്കായിട്ടുള്ള പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നത്. സോ ഈ പേര് പോലെ തന്നെ നമുക്ക് എന്താണ് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് അറിഞ്ഞിരിക്കണം. ഇത് സാധാരണ ലിറ്ററേച്ചേഴ്സിനെ പോലെയല്ല, കുറച്ച് ഹാർഡാണ്. ദെൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ക്ലാസ്. അത് ഞാൻ പറയുന്നത് കൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് ശരിക്കും അങ്ങനെയാണ്. സാധാരണ ലിറ്ററേച്ചേഴ്സ് നമുക്ക് ഭയങ്കര ഒരു എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ഓരോ എഴുത്തുകളും കാര്യങ്ങളൊക്കെ അതിലെന്താ പറയുന്നതെന്ന് അറിയാനുള്ളൊരു എന്താ പറയുക, ആ ഒരു ത്വര ഉണ്ടാവുമല്ലോ. ഇത് അതുണ്ടാവില്ല. സോ നമുക്ക് ക്ലാസ്സിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ബോറിങ്ങും കാര്യങ്ങളുണ്ടാകും. പക്ഷേ നമുക്കിത് പഠിക്കേണ്ട സംഭവമായതുകൊണ്ട് നമുക്ക് വിട്ടു പോകാനും പറ്റില്ല. സോ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധയിൽ ഇരിക്കുക. ദെൻ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എല്ലാം പറയുന്നത്. സോ ആ ഹെഡിങ്ങും അതിനിടയിൽ വരുന്ന സംഭവങ്ങളൊക്കെ മെയിനായിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാനതിൽ കണ്ണിങ്ങായിട്ട് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും ടെക്സ്റ്റിൽ അല്ലെങ്കിൽ വേറൊരു ഇതിൽ എന്തിലെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് അതെന്താണെന്നുള്ളത് മനസ്സിലാവാൻ എളുപ്പമുണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം നമ്മൾ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതൊന്ന് മനസ്സിലിങ്ങനെ എന്താ പറയുക, മനസ്സിലിങ്ങനെ വെക്കണം. കാരണം ഇതിനനുസരിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്ന ഈ 1, 2, 3, 4 യൂണിറ്റുകളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതെന്താണെന്നുള്ളത് ആദ്യം അറിയാം. ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, പോപ്പുലർ നമുക്കറിയാം എന്താണ് പോപ്പുലർ പറഞ്ഞാൽ, ജനപ്രിയമായിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം. ജനപ്രിയ സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ട് കാലത്തൊക്കെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയുക, ഈ വലിയ ഒരു സാഹിത്യത്തിൽ ലിറ്ററേച്ചറിൽ ഒരു ലോ ലെവൽ അല്ലെങ്കിൽ ലോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു തരം ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം നിലനിന്നിരുന്നു. സോ ഈ ഹൈ സ്റ്റാൻഡേർഡ് ലിറ്ററേച്ചേഴ്സ് നമ്മുടെ ഷേക്സ്പിയറിനെ പോലെ ജോൺ മിൽട്ടനെ പോലുള്ള ആളുകളൊക്കെ എഴുതിയിരുന്ന ഭയങ്കരമായിട്ടുള്ള ആ ഒരു അവരുടെ ഒരു കഴിവുകൾ അതെന്നും ഹൈ ക്വാളിറ്റി ആയിട്ടെന്നും ഹൈ കൾച്ചറായിട്ടെന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സോ പിന്നീട് വന്ന നമ്മുടെ സാധാരണ മനുഷ്യന്മാരുടെ സ്റ്റോറികൾ, അല്ലെങ്കിൽ എന്താ ഫിക്ഷണൽ ആയിട്ടുള്ള സ്റ്റോറികൾ, അല്ലെങ്കിൽ ഒരു കോമിക് ആയിട്ടുള്ള സ്റ്റോറീസ്, നോവൽസ്, സയൻസ് ഫെയർ ആയിട്ടുള്ള ഫിക്ഷൻസ്, ഇങ്ങനത്തെ പല സംഭവങ്ങളും പിന്നീട് ആഡ് ചെയ്തതാണ്. സോ ഇത് എന്താണ്, ഇതൊക്കെ അതിനെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുക. എങ്കിൽ ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഈ അഥവാ വലിയ സംസ്കാരം പറയുന്ന ഹൈ ക്വാളിറ്റി ആളുകളെ പിന്തുടരുന്ന ആളുകൾ, നമ്മൾ ഷേക്സ്പിയറിനെ പോലത്തെ ആളുകളെ മാത്രം പിന്താങ്ങുന്ന ആളുകൾ എന്താണ് ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ ഒരു ഹൈ ക്വാളിറ്റി സാധനമായിട്ട് അംഗീകരിച്ചിരുന്നത്. അവരെന്താ, അത് വെറും ഒരു ലോ ക്വാളിറ്റിയാണ് ആയിട്ടാണ് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചറിനെ കണ്ടിരുന്നത്. സോ അതിലെന്താണ് സാധാരണക്കാരുടെ ജീവിതവും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ള സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ. അല്ലെങ്കിൽ ഫിക്ഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ, കോമിക് സ്റ്റോറീസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെയാണ് അധികം ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിൽ ആ ഒരു കാലത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ അതിനൊരു പോപ്പുലർ ലിറ്ററേച്ചറിനെ എപ്പോഴും ഒരു തരം താഴ്ന്ന രീതിയിൽ ആയിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് എങ്ങനെ മാറി? ഇപ്പം ഇതിന് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ്, എല്ലാ ഒരു സാംസ്കാരിക മേഖലയിലും എന്തായിക്കോട്ടെ നമ്മുടെ മറ്റുള്ള ലിറ്ററേച്ചേഴ്സിനൊപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട്. സോ ആ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെ എത്തി, ആദ്യം ഇതിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, ദെൻ ഇത് എങ്ങനെ പിന്നീട് റിഫോം ചെയ്ത് ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള പാഠഭാഗങ്ങളിൽ പഠിക്കാനുള്ളത്. അപ്പം മനസ്സിലായല്ലോ വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ എന്താണെന്നുള്ളത്. പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോ ക്വാളിറ്റി ആയിട്ട് അന്നത്തെ ആളുകൾ ധരിച്ചു വെച്ചിരുന്ന സംഭവം. ഇത് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ വേറൊരു കാര്യം, ഇതെന്താണ്, നമ്മുടെ ഈ സാധാരണ വലിയ രീതിയിലുള്ള സാഹിത്യം എന്ന് പറയുന്നതിന് വിപരീതമായിട്ട് നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഇതെന്താണ്, ആളുകൾക്ക് കൂടുതൽ പേര് പോലെ തന്നെ എന്താണ്, ജനപ്രിയമായിട്ടുള്ളൊരു ലിറ്ററേച്ചേഴ്സ് ആയിരിക്കും അധികം ഇതിലുണ്ടായിരിക്കുക. ഒരുപാട് ആളുകൾക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ പല സ്റ്റോറീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചറിൽ അടങ്ങിയിരിക്കുക. സോ ഇത് ആളിലേക്ക് എത്തുമ്പം ഒരുപാട് ആളുകൾ ഇത് വായിക്കാൻ തയ്യാറാവും. കാരണം അവർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. സോ വലിയ സാഹിത്യങ്ങളൊന്നും ചിലപ്പം സാധാരണ ഒരു മനുഷ്യന് ചിലപ്പം അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല, അല്ലെങ്കിൽ അത് അവരെന്താ ശരിക്കും ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആലങ്കാരികമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിച്ച് കണ്ട് എഴുതുന്ന റൈറ്റിങ്സിനെക്കാട്ടും എപ്പോഴും സാധാരണ നോർമലായിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടം എന്താണ്, സാധാ ലിറ്ററേച്ചേഴ്സാണ്. അഥവാ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തീംസും കാര്യങ്ങളൊക്കെ ഉള്ള റൈറ്റിങ്സാണ് എപ്പോഴും സാധാരണ നോർമലായിട്ടുള്ള പീപ്പിൾസ് സെലക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഒരുപാട് പോപ്പുലർ ലിറ്ററേച്ചർ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തും, ഒരുപാട് ആളുകൾ ഇത് വായിക്കും. ഇതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ധാരണ ഉണ്ടാവും, ആളുകൾക്ക് അത് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് വിളിക്കപ്പെടുന്നത്.
പിന്നെ നമ്മുടെ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സിനെ പിന്താങ്ങുന്നവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കേവലം ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം ഉള്ളതല്ല, അത് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗം കൂടിയാണെന്ന്, അഥവാ പ്രോഫിറ്റബിലിറ്റി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നതാണ്, അഥവാ അതിനത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. സോ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇത് നമുക്കിനി ഈ ഒരു ത്രൂ ഔട്ട് ഇതിൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് സൂചന തന്നു എന്നുള്ളത് മാത്രമാണ്. സോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കി പോകണം. അത് എക്സാമിന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. സോ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് യൂണിറ്റ് വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. സോ ഇതിൽ പറയുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ഒരു കൾച്ചർ, ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ ഒരു കൾച്ചറുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് പറയാണ്, അഥവാ നമ്മൾ കൾച്ചറിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ട് നോക്കാനുള്ളത്. സോ എന്താണ് കൾച്ചർ? നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ എഴുത്തുകാരനെ കുറിച്ചിട്ട് പറയുമ്പോഴും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയാറുണ്ട്, അവരുടെ ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചായിട്ടായിരിക്കും അവരുടെ പല എഴുത്തുകളും ഉത്ഭവിക്കുന്നത് തന്നെ. അവരുടെ ലൈഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്ഥിതി എന്താണോ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണോ, അതായിരിക്കും മിക്കപ്പോഴും അവരുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സൊസൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അഥവാ ഈ ലിറ്ററേച്ചേഴ്സിനെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു സൊസൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ കൾച്ചറിനെ കാണുന്നത്. അതാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തന്നെയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് കൾച്ചർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹെഡിങ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് കൾച്ചർ? നമ്മുടെ റൈമണ്ട് വില്യംസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കൾച്ചറിനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദ 2 or 3 മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. അഥവാ ഒരിക്കലും ഇന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അത്രയും സങ്കീർണമായിട്ടുള്ളൊരു വേർഡാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതിനൊരു സ്പെസിഫിക് ആയിട്ട് അതിനൊരു ഉത്തരവില്ല. ബട്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സാധനമാണ് കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ഈ പല കൾച്ചേഴ്സ്, നമ്മൾ കേരള കൾച്ചേഴ്സ് എന്ന് പറയുന്നത് പല കൾച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറയും. ഈ ഒരു കൾച്ചേഴ്സ് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവുന്നു? പല ഇൻഫ്ലുവൻസുമാണ് നമ്മുടെ, ഇപ്പോൾ ഫിലിംസ് നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയകളിൽ നിന്നായിക്കോട്ടെ, എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിനും ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ സംസ്കാരം എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൃഷിയുടെ സംഭവങ്ങൾ പറയാൻ അല്ലെങ്കിൽ മൃഗപരിപാലനത്തിന് സൂചിപ്പിക്കാൻ, അതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ 16th സെഞ്ച്വറിയിലെത്തുമ്പോൾ എന്താണ്, മനുഷ്യന്മാരുടെ ഒരു ഗുണനിലവാരത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു കൃഷി രീതി എന്നുള്ള രീതിയിലൊക്കെ ആയി. ബട്ട് പിന്നീട് 18th സെഞ്ച്വറിയിലേക്ക് വന്നപ്പോൾ എന്തായി, നമ്മുടെ സിവിലൈസേഷൻ്റെ ആ ഒരു ഉത്ഭവം നമുക്കവിടെ കാണാം. സോ അതുകൊണ്ട് തന്നെ സോഷ്യലായിട്ട്, എക്കണോമിക്കലായിട്ട്, ദെൻ പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളും അതിൽ ഈ ഒരു നമ്മുടെ കൾച്ചറിൽ ഇൻക്ലൂഡായി എന്നുള്ളതാണ്. പിന്നീട് ഒരു അതോടുകൂടെ തന്നെ ഈ ഒരു സിവിലൈസേഷനോട് കൂടെ തന്നെ എന്താണ്, നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് സോഷ്യൽ റിഫോംസിനൊക്കെ അത് കാരണമായി എന്നുള്ളതാണ്. ദെൻ 19th സെഞ്ച്വറിയിലുള്ള ഒരു കൾച്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അതിൽ ഒരുപാട് ഇമാജിനേഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് 19th സെഞ്ച്വറിയിൽ കൂടുതലായിട്ട് നടന്നത്. സോ ഇതൊക്കെ അവരുടെ കൾച്ചറിനെ ബാധിച്ചു എന്നുള്ളതാണ്. അഥവാ സയൻസിൻ്റെയും എന്താ പറയുക, ഒരു നാഷണലിസത്തിൻ്റെയും ഇൻഡിവിജ്വൽ ഇമോഷൻസിൻ്റെയും ഒക്കെ ഒരു വളർച്ച വന്നതോടെ അവരുടെ എന്താ പറയുക, ഒരു കൾച്ചറും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരുടെ കൾച്ചറും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദെൻ 20th സെഞ്ച്വറിയിലെത്തിപ്പം നമുക്കറിയാം, 20th സെഞ്ച്വറി എന്താണ്, നമുക്ക് ഓർക്കുമ്പോൾ തന്നെ എന്താണ് വരുന്നത്, വാർസാണ് അല്ലേ, യുദ്ധങ്ങളല്ലേ. അതിലുണ്ടായിരുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ പല ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ്, ദെൻ മോഡേണിസം, ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള പല എന്താ പറയുക, പല വേർഡുകളും നമ്മുടെ ഈ ഒരു കൾച്ചറിൽ ഇൻക്ലൂഡായി എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന 21st സെഞ്ച്വറിയിലെത്തുമ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഏത് ഇതിലാണ് നിൽക്കുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് എന്താണ്, ഇൻ്റർനെറ്റ് ആക്സസ് ആയിക്കോട്ടെ, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് നമുക്ക് എന്താണ്, അപ്പം കൂടുതൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഉടലെടുത്തു. അഥവാ നമ്മുടെ സമൂഹത്തിനനുസരിച്ച് എന്താണ്, നമ്മുടെ കൾച്ചറിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നമുക്ക് പിന്നീട് നോക്കാനുള്ളത് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പുലർ എന്ന് പറഞ്ഞാൽ ജനപ്രിയമായിട്ടുള്ള കൾച്ചർ. ഇങ്ങനെ ജനപ്രിയമായിട്ടുള്ള കൾച്ചർ വരുന്നു, അത് എന്തിൽ നിന്ന് വരുന്നു? നമുക്കറിയാം എന്താണ്, ത്രൂ സിനിമ അല്ലെങ്കിൽ ഡാൻസ്, സോങ്, ഫാഷൻ, സോഷ്യൽ മീഡിയ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പുതിയതായിട്ടുള്ള കൾച്ചേഴ്സ് വന്ന് അതൊരു ജനപ്രിയ കൾച്ചറായിട്ട് മാറുന്നത്. പിന്നീട് പറയുന്നൊരു മറ്റൊരു കാര്യമാണ് മാസ് കൾച്ചർ. എന്താണ് മാസ് കൾച്ചർ? ഈ മാസ് കൾച്ചർ എന്ന് പറയുമ്പം ഈ കൾച്ചേഴ്സിനെ എന്താണ്, ഒരു വലിയ ഒരു അളവിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുന്നത് വെറും ഒരു സംസ്കാരം മാത്രമല്ല, ആ കൾച്ചറിൽ ഒരു ലിറ്ററേച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൾച്ചറിനെ കൂടുതലായിട്ടും ഇതിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. സോ ആ ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ ആ ഒരു കൾച്ചറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതിലാണ് നമ്മളൊരു ഇൻഡസ്ട്രിയലൈസേഷൻ കാണുന്നത്. അഥവാ കൾച്ചർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ എ മാസ് ഓഡിയൻസ് ത്രൂ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ. അത് നമ്മൾ റേഡിയോ അല്ലെങ്കിൽ സിനിമ, ഇൻ്റർനെറ്റ്, TV ഷോ, സോങ്സ്, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഒരു
എന്താ പറയുക ഒരു സോങ് എടുക്കുകയാണെങ്കിൽ ആ സോങ് എന്താണ് ഒരു കമ്പനി ഒരു വലിയൊരു കമ്പനിയാണ് നമുക്ക് ഇറക്കി തരുന്നതെന്ന് വിചാരിക്കാം. അതെന്താണ് ഒരുപാട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് മില്യൺസിലേക്കാണ് ഒരു കമ്പനി ഒരു സോങ് ഇറക്കുന്നതെന്ന് വിചാരിച്ചത്. അതിൽ നിന്നൊക്കെ ലാഭം എന്താണ് അവർക്ക് കിട്ടും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ മാസ് കൾച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് പീപ്പിൾസിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഉണ്ടാക്കുന്നത്? ഇൻഡസ്ട്രീസാണ് ഉണ്ടാക്കുന്നത്. സോ അത്രയും മനസ്സിലാക്കിയോ, അതാണ് ഈ മാസ് കൾച്ചർ. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണ് ഈ മാസ് കൾച്ചർ എന്ന് പറയുന്നത്. ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് ഓഡിയൻസിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ, അത് എല്ലാവരിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കൾച്ചർ ആണ് മാസ് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പോപ്പുലർ കൾച്ചർ. എന്താണ് ഈ പോപ്പുലർ കൾച്ചർ എവിടെ നിന്നാണ് വരുന്നത്? ഇത് മനുഷ്യന്മാരിൽ നിന്ന് സ്വയം വരുന്നതാണ്. അറൈസസ് ഫ്രം ദ പീപ്പിൾ, അഥവാ മനുഷ്യന്മാരിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ മാസ് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വലിയ കമ്പനീസൊക്കെ എന്താണ് മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് മാസ് കൾച്ചർ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ പിന്നീട് പറയുന്നത് കൾച്ചർ ആസ് എ കമ്മോഡിറ്റി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കൾച്ചർ എന്താണ് ഒരു ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ഇപ്പോൾ നമുക്കൊരു മ്യൂസിക് ആയിക്കോട്ടെ, അത് നമുക്ക് അത് നമുക്ക് വിൽക്കാനും പറ്റും, അതുപോലെ തന്നെ അത് വാങ്ങാനും പറ്റും. അപ്പം എന്തായി ആ മ്യൂസിക് എന്തായി ആസ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അതൊരു കമ്മോഡിറ്റിയെ പോലെയായി, ഒരു ഉൽപ്പന്നം പോലെയായി എന്ത് ആ ഒരു സോങ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്താ സോങ്സ്, ബുക്സ്, ഫിലിംസ്, ഈവൻ കൾച്ചറൽ ആയിട്ടുള്ള സിമ്പിൾസ് പോലും നമുക്ക് എന്താണ് ഇതിലൂടെ വാങ്ങാനും വിൽക്കാനും പറ്റും എന്നുള്ളതാണ്. ഒരു ഫിസിക്കൽ ഗുഡ്സ് ആയിട്ട് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ കൾച്ചർ ആസ് എ കമ്മോഡിറ്റി എന്നുള്ളതിൽ പറയുന്നത്. ദെൻ മാർക്കറ്റ് പ്ലേസ് പറയുന്നുണ്ട്. എന്താണ് മാർക്കറ്റ് പ്ലേസ്? മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് സിസ്റ്റമാണ്. അവിടെ എന്താണ് കൾച്ചറായിട്ടുള്ള കമ്മോഡിറ്റീസ് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന സ്ഥലം, അതാണ് മാർക്കറ്റ് പ്ലേസ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ അതുപോലെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ എന്താണ് ഒരു സംഭവങ്ങൾ അങ്ങോട്ട് വിൽക്കാനും അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങാനും അല്ലെങ്കിൽ നമുക്ക് കിട്ടാനും ഇതിനൊക്കെ പറ്റും. അതിനെയാണ് എന്ത് മാർക്കറ്റ് പ്ലേസ്. ഇത് നമുക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത് നമുക്ക് ടെക്സ്റ്റിൽ ഒരുപാട് വെറുതെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ദെൻ പോപ്പുലർ കൾച്ചർ ആസ് എ റെസിഡ്വൽ കാറ്റഗറി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ്. ഞാൻ ഈ പറയുന്ന ഹെഡിങ്സ് ഒക്കെ നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. എന്താണ് റെസിഡ്വൽ കാറ്റഗറി എന്ന് പറയുന്നത്? ഈ റെസിഡ്വൽ കാറ്റഗറി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓവർ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അഥവാ നമ്മൾ പറഞ്ഞല്ലോ ഹൈ കൾച്ചറായി കണക്കാക്കാത്ത പല സംഭവങ്ങളുമാണ് നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ ഉള്ളത് എന്ന് പറയുന്നല്ലോ. സോ അതാണ്, അഥവാ ഈ ഹൈ കൾച്ചർ അല്ലാത്ത എല്ലാം ഈ ഒരു റെസിഡ്വൽ കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങളാണ്. അഥവാ ഈ ഹൈ കൾച്ചറിൽ എന്താണ് കലാപരവും അല്ലെങ്കിൽ ഭൗതികവുമായിട്ട് ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ള കൃതികൾ ആണെങ്കിലും വരിക. ക്ലാസിക്കൽ മ്യൂസിക്, ഷേക്സ്പിയറിൻ്റെ പ്ലേസ് പോലത്തെ സംഭവങ്ങളാണ് ഈ ഹൈ കൾച്ചറിൻ്റെ അതിൽ വരിക. പക്ഷേ ഈ പോപ്പുലർ ലിറ്ററേച്ചറിൽ എന്താ വരിക? ജനപ്രിയമായിട്ടുള്ള കൃതി, അഥവാ എന്താ പറയുക സിനിമ, മ്യൂസിക്, TV ഷോ തുടങ്ങിയിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളാണ് അതിൽ ഉണ്ടാവുക. അങ്ങനെ ഈ ഉയർന്ന സംഭവം അല്ലാത്തത് മുഴുവൻ എന്താണെന്ന് പറയുന്നത് റെസിഡ്വൽ കാറ്റഗറിയിൽ പെട്ടതാണ്. അഥവാ ഹൈ കൾച്ചർ അല്ലാത്ത ആയി കണക്കാക്കുന്ന അതല്ലാത്ത സംഭവങ്ങളെല്ലാം റെസിഡ്വൽ കാറ്റഗറി എന്ന കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ പിന്നീട് പറയുന്നത് പോപ്പുലർ കൾച്ചർ ആൻഡ് ദ ഐഡിയ ഓഫ് ദ ഹെജിമണി എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിനർത്ഥം? ഈ ഹെജിമണി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റോണിയോ ഗ്രാഷ്മി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് എങ്ങനെ അധികാരവും അതുപോലെ തന്നെ അവരുടെ ഇൻഫ്ലുവൻസും ഒക്കെ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം ഈ വലിയ പണവും പ്രതാവും ഒക്കെ ഉള്ള ആളുകൾക്ക് എന്താണ് എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അതിനിപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അഥവാ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഹെജിമണിക്ക് എന്താണ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദിയാണെന്നാണ് പറയുന്നത്. ഇതിൽ 2 ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഈ ഹെജിമണി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൽ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. ഒന്ന് ഡോമിനൻ്റ് ഗ്രൂപ്പ്, അതിൽ ഗവൺമെൻറ്, മീഡിയ അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള സബോർഡിനേറ്റ് ഗ്രൂപ്പ്സിൽ നമ്മളെ പബ്ലിക് പീപ്പിൾ, ബാക്ക്വേർഡ് പീപ്പിൾ, ഇങ്ങനത്തെ ആളുകൾ, സാധാരണ നോർമൽ ജനങ്ങളാണ് ഇതിൽ വിടുക. ഇപ്പോൾ നമുക്കറിയാം ഡോമിനൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഈ ഗവൺമെൻറ്റിനായിക്കോട്ടെ, മീഡിയക്കായിക്കോട്ടെ, വലിയ വലിയ കമ്പനീസിനായിക്കോട്ടെ എന്താണ് അവർക്ക് അവരുടെ മൂല്യങ്ങൾ എന്താണ് അവരുടെ മീഡിയ ഉപയോഗിച്ച് എന്താണ് കൂട്ടുക. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മീഡിയയിൽ നടക്കുന്ന സംഭവം ഒരു സർക്കാരിനെതിരെ പറയേണ്ട ആവശ്യം വരുമ്പോൾ എന്താണ് ഒരുപാടില്ലാത്ത സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി പറഞ്ഞ് ആ ഒരു സർക്കാരിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരെ ഉയർത്താൻ ആർക്ക് പറ്റും? മീഡിയയ്ക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഉഷാറാക്കിയതിൽ അവരെ പറയാനും ആർക്ക് പറ്റും? മീഡിയക്കാർക്ക് പറ്റും. അപ്പോൾ എന്താണ് ആരാണോ അവർക്ക് പണം കൊടുക്കുന്നത് അവരെ ആയിരിക്കും അവർ പൊക്കി പറയുക എന്നുള്ളതാണ്. സോ അത് അത്രമാത്രം മനസ്സിലാക്കിയേക്കുക. ഈ ഡോമിനൻ്റ് ഗ്രൂപ്പ്സ് എന്താണ് അവർക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനെന്താണ് ഈ വാർത്തകൾ വരെ എന്താണ് തെറ്റിച്ച് വായിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനും പറ്റും എന്നുള്ളതാണ്. സോ നമ്മളെ ഈ ഒരു പോപ്പുലർ കൾച്ചർ എന്നത് എന്താണ് ഒരു യുദ്ധഭൂമി പോലെയാണെന്നാണ് പറയുന്നത്. ഒരു വശത്ത് എന്താണ് ഒരു പ്രതിരോധം നടക്കുമ്പോൾ മറ്റു വശത്ത് എന്താണ് അതിൻ്റെ ആധിപത്യം നടക്കും.
അത്രയേ ഉള്ളൂ, അത്രമാത്രം മനസ്സിലാക്കി വെക്കുക. അഥവാ പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു താഴ്ന്ന സംസ്കാരമല്ല, മറിച്ച് എന്താണ്, അത് ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു പ്രതിരോധം, ഐക്യം, വിപണി, രാഷ്ട്രീയത എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ പോപ്പുലർ കൾച്ചർ ആൻഡ് അമേരിക്ക എന്ന് പറയുന്നുണ്ട്. അഥവാ ഇതിൽ പറയുന്നത് പല ക്രിട്ടിക്സും പറയുന്നത് എന്താണ്, മോഡേൺ പോപ്പുലർ കൾച്ചർ ഉരുത്തിരിഞ്ഞു വന്നത് അല്ലെങ്കിൽ അതുണ്ടായത് അമേരിക്കയിൽ നിന്നാണ് എന്നുള്ളതാണ്. അഥവാ എസ്പെഷ്യലി ബിഗ് സിറ്റീസ് ആയിട്ടുള്ള ന്യൂയോർക്ക് പോലത്തെ പല സിറ്റീസിലും അഥവാ അമേരിക്കനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അതെന്താണ് അമേരിക്കനൈസേഷൻ? മറ്റു രാജ്യങ്ങളിൽ എന്താണ് അമേരിക്കൻ്റെ അവരുടെ കൾച്ചർ വളർന്നു വരുന്ന ഒരു പ്രോസസ്സാണ് അമേരിക്കനൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒത്തുചേരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചർ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, ഇവിടുത്തെ അമേരിക്കൻ കൾച്ചർ പല രാജ്യങ്ങളിലും വളരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ്, അവരുടെ സ്വയം സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സ്വയം കൾച്ചർ കുറഞ്ഞ് അമേരിക്കൻ കൾച്ചർ എല്ലായിടത്തും ആകുന്ന ഒരു പ്രത്യേകതരം ഒരവസ്ഥയാണ് നമ്മുടെ അമേരിക്കനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നുണ്ട് പോപ്പുലർ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അഥവാ പുരാതന കാലം മുതലേ എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ് പറയുന്നത്, അതിൽ സ്റ്റോറീസ്, പോയംസ്, റൊമാൻറ്റിക് പ്ലേസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ് സ്കോളേഴ്സൊക്കെ എന്താണ് ഇതിനൊരു ഗൗരവമായിട്ടുള്ള വിഷയമായിട്ടുള്ള എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് എന്താണ് ഹൈ ലിറ്ററേച്ചേഴ്സ് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഒരു വാല്യൂ ഉള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളൂ. ദെൻ ഇതിൻ്റെ ഈ ഒരു അവരുടെ ഈ ഒരു ചിന്ത മാറിയത് 20th സെഞ്ച്വറിയിലാണ് ഈ ഒരു അവരുടെ സമീപനം മാറിയത് എന്നുള്ളതാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത നെക്സ്റ്റ് ഭാഗത്തേക്ക് വരിക, ദ അഡ്വാൻറ്റ് ഓഫ് ദ പോസ്റ്റ് മോഡേണിസം. എന്താണ് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ. അഥവാ ഈ ഒരു പോസ്റ്റ് മോഡേണിസം സമയം ആയപ്പോൾ അതിലെന്താണ് ഹൈ കൾച്ചർ അല്ലെങ്കിൽ ലോ കൾച്ചർ എന്നുള്ള സംഭവം ഇല്ലാതാക്കി. അവരാണ് ഈ പോസ്റ്റ് മോഡേണിസം ചിന്തക്കാരാണ് അത് ഇല്ലാതാക്കിയത്. അഥവാ ഈ പോസ്റ്റ് മോഡേണിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കലയും അത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയലൈസേഷനും വേറെയല്ല, അഥവാ രണ്ടും ഒരു 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 സാംസ്കാരിക പ്രക്രിയയുടെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അഥവാ ആർട്ട് ആയിക്കോട്ടെ ട്രേഡ് ആയിക്കോട്ടെ രണ്ടും എന്താണ് അതിന് രണ്ടിനും ഇടയിലുള്ളൊരു ഫ്യൂഷൻ അതാണ് അവർ സ്വീകരിച്ചത്. ഇതൊരു ട്രേഡായിട്ട് മാത്രമല്ല, ഇത് ട്രേഡും അതുപോലെ തന്നെ ഇതൊരു ആർട്ടും കൂടിയാണ്. സോ ഇത് രണ്ടിൻ്റെയും ഒരു ഫ്യൂഷനാണ് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് അവർ വാദിച്ചു. ഇതോടുകൂടിയാണ് എന്ത് ഈ ഒരു അന്തരം തന്നെ ഇല്ലാതെ ഈ എന്താണ് ഈ പോപ്പുലർ ലിറ്ററേച്ചറിന് ആ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ വാല്യൂ ആയിട്ട് കണക്കാക്കിയിരുന്ന ആ വാല്യൂ തന്നെ ഇല്ലാതാവുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു വേർഡാണ് എന്ത് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഈ ഒരു വേർഡ്. അഥവാ ഫെഡറിക് ജെയിംസൺ, ലിയോട്ടാർഡ് ആൻഡ് ദെൻ സൂസൻ സോങ്ടാഗ് ഇങ്ങനത്തെ കുറച്ച് ആളുകളാണ് ഇതിനൊക്കെ പിന്തുണച്ച ആളുകൾ എന്ന് പറയുന്നത്. ദെൻ ഡിഫൈനിങ് പോപ്പുലർ ലിറ്ററേച്ചർ അതിൽ പറയുന്നുണ്ട്. അഥവാ അക്കാദമിക് ലോകം നിരസിച്ച പല സാഹിത്യ രൂപങ്ങളാണ് ഇതിലുള്ളത്, ഈ പോപ്പുലർ ലിറ്ററേച്ചറിലുള്ളത്. അഥവാ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ അതൊന്നും ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ എന്ന സംഭവങ്ങൾ ഈ സ്കൂളുകളും കോളേജുകളിലൊന്നും പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, അത് പഠിപ്പിച്ചിരുന്നില്ല. കാരണം എന്താ, അതൊരു സാഹിത്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. സോങ്സ് ആയിക്കോട്ടെ സ്റ്റോറീസ് ആയിക്കോട്ടെ ഫേബിൾസ് ഇങ്ങനത്തെ എന്താണ് ജനങ്ങളുടെ സ്നേഹം എന്നും എന്താണ് ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അക്കാദമി നിരസിച്ചെങ്കിലും എന്താണ് ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ വായനയിലൂടെ ഇപ്പോഴും അത് ജീവിച്ചിരിപ്പുള്ള ഒരു സാഹിത്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ദ ജനറി ഓഫ് ദ പോപ്പുലർ ലിറ്ററേച്ചർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പല ഘട്ടങ്ങൾ ദ ഏർലിയസ്റ്റ് ടൈമിൽ ആദ്യം റൊമാൻറ്റിക് ആയിട്ടുള്ള അഥവാ ലവ് സ്റ്റോറീസ്, ദെൻ കിച്ചൺ മെയ്ഡ് റൊമാൻസസ് അഥവാ സ്ത്രീകൾ എഴുതിയിട്ടുള്ള അഥവാ പല സിമ്പിളായിട്ടുള്ള ലവ് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിക്സ് അതിനെ കളിയാക്കിയിട്ടുണ്ട്. ഇതൊരു ലോ ക്വാളിറ്റി ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനത് റൊമാൻസിനെ. ദെൻ പിന്നീട് എന്താണ് ഫാൻറ്റസി ആൻഡ് ദ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ സ്റ്റോറീസ് എന്താണ് ഇമാജിനേഷനുമായിട്ട് സ്റ്റോറീസ് കണക്ട് ചെയ്യുന്ന പല സംഭവങ്ങളും, മാജിക്കൽ വർക്ക്സ് ഇങ്ങനത്തെ പല സംഭവങ്ങളും പിന്നീട് എന്താണ് ഈ ഒരു നമുക്ക് ഈ പോപ്പുലർ ലിറ്ററേച്ചറിൽ പിന്നീട് കാണാൻ ഇടയായി. പിന്നീട് വന്നത് എന്താണ് കൗ ബോയ് സ്റ്റോറീസ്, വെസ്റ്റേൺസ്. അഥവാ അമേരിക്കയിൽ എന്താണ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു കൗ ബോയ് കഥകളൊക്കെ ഭയങ്കര പോപ്പുലറായി. അതിൽ ട്രാവൽ അല്ലെങ്കിൽ ധൈര്യം, ഇൻവെസ്റ്റിഗേഷന് അല്ലെങ്കിൽ എന്താണ് പുരുഷന്മാരുടെ ആ ഒരു വീര്യം, ക്രൈമിനെ കാണിക്കാൻ, മർഡറിനെ കാണിക്കാൻ അല്ലെങ്കിൽ മിസ്റ്ററി ആയിട്ടുള്ള സ്റ്റോറീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നീട് ഇതിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്നുകൂടെ കഴിഞ്ഞപ്പം നമുക്കറിയാം മിസ്റ്ററി അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷൻസ്, അന്വേഷണങ്ങളും കുറ്റാന്വേഷണങ്ങളും നമ്മുടെ ഷെർലക് ഹോംസിനൊക്കെ പോലത്തെ അങ്ങനത്തെ പല സംഭവങ്ങളും പിന്നീട് അതിൽ വന്നു. ദെൻ പിന്നീട് എന്താണ് സ്പൈ ഫിക്ഷൻ. അത് എന്താ സ്പൈ എന്നൊക്കെ പറഞ്ഞാൽ ചാരപ്രവർത്തനം അല്ലെങ്കിൽ രഹസ്യാന്വേഷണം, രാഷ്ട്രീയ ചാരപ്രവർത്തനം. നമ്മുടെ ജെയിംസ് ബോണ്ടിനൊക്കെ പോലത്തെ ഇയാൻ ഫ്ലെമിംഗ് ആണല്ലോ ജെയിംസ് ബോണ്ട് നിർമ്മിച്ചത്. ഈ ജെയിംസ് ബോണ്ട് ഇപ്പോഴും എത്രത്തോളം ഫേമസ് ആണ് എന്നുള്ളത് നമുക്കറിയാലോ, ആ ഒരു ക്യാരക്ടർ. സോ അന്നത്തെ കാലത്ത് എവിടെ ഉള്ളതായിരുന്നു ഇതൊക്കെ പോപ്പുലർ ലിറ്ററേച്ചറിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴും അത് ആളുകൾക്കിടയിൽ എന്താണ് ഇപ്പോഴും ആ പേര് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ദെൻ പിന്നീട് എന്താണ് മോഡേൺ പോപ്പുലർ എന്നുള്ളത്. അതായത് പിന്നെ കോമിക് ബുക്സ്, കാർട്ടൂണ്, സ്റ്റോറീസ് ഇങ്ങനത്തെ എന്താണ് ഗ്രാഫിക് നോവൽസ് ഇങ്ങനെ എന്താണ് പല സംഭവങ്ങളും പിന്നീട് ഇതിൽ ഇങ്ങനെ ആഡായി ഇങ്ങനെ വന്നു എന്നുള്ളതാണ്.
പിന്നീട് പറയുന്ന മറ്റൊരു ടേമാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്റററി മെറിറ്റ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയാം. അഥവാ ഇതിൽ പറയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു അഥവാ ഒന്ന് ഉയരുമ്പോൾ മറ്റൊന്ന് താഴ്ന്ന ഒരവസ്ഥ. ഒരു പുസ്തകം, ആ ഒരു പുസ്തകം ആളുകളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറായി എന്ന് വിചാരിക്കാം. സോ ആ ഒരു പുസ്തകത്തിന് നമ്മൾ അക്കാദമി എന്ത് ചെയ്യും? താഴ്ത്തിക്കളയും. അഥവാ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവയെ എന്ത് ചെയ്യും? അക്കാദമി എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് ലോകം എന്ത് ചെയ്യും? അതിനെ ഒരു വാല്യൂം കൊടുക്കാത്ത ഒരു സംഭവമാക്കി മാറ്റും. വെറും ഒരു കമ്മോഡിറ്റി ആക്കി മാത്രം അവർ കണക്കാക്കുന്നുള്ളത്. അഥവാ ചില എലിറ്റിസ്റ്റ് ചിന്തകൾ പറയുന്നുണ്ട്. ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ റിയൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ ഷുഡ് ബി കോംപ്ലെക്സ്, ആർട്ടിസ്റ്റിക് ആൻഡ് സീരിയസ് എന്നുള്ളതാണ്. അഥവാ ഈ ശരിക്കുള്ള സാഹിത്യം എന്താണ്? ശരിക്കും ഭയങ്കര സങ്കീർണമാണ്, ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ എന്താണ് നമ്മൾ പോപ്പുലർ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് അതെന്താണ്? ഭയങ്കര ലോ സ്റ്റാൻഡേർഡാണ്. കാരണം എന്താണ്? അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ഒക്കെ പറ്റുന്ന ഒരു താഴ്ന്ന വിഭാഗത്തിലേക്ക് അതിൻ്റെ ഒരു മൂല്യം പോകുന്നു എന്നുള്ളത് അവർ വിമർശിച്ചിട്ട് പറയുന്ന സംഭവമാണ്. അതാണ് ഇവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ഒന്ന് താഴുമ്പോൾ മറ്റൊന്ന് പൊന്തുന്ന, അല്ലെങ്കിൽ മറ്റൊന്ന് പൊന്തുമ്പോൾ മറ്റൊന്ന് താഴുന്ന ഒരു പ്രത്യേകതരം ആ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ലിറ്ററേച്ചർ മീഡിയ എന്ന് പറയുന്നുണ്ട്. അഥവാ പണ്ട് നമ്മുടെ ഒരു എഴുത്ത് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് രൂപം മാത്രമാണെങ്കിൽ ഇപ്പം എന്താണ് അത് ഒരു സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു നാടകമായിട്ട് അല്ലെങ്കിൽ ഒരു TV ഷോ ആയിട്ട് അങ്ങനെ പല രൂപത്തിലേക്കും ഭാവത്തിലേക്കും അത് മാറി എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പല സംഭവങ്ങളും ആ ഒരു പുസ്തകത്തിലില്ലാത്ത പല നോവലുകളും ഫിലിമായിട്ട് വരുന്നുണ്ടല്ലോ. സോ ആ നോവലില്ലാത്ത പല സംഭവങ്ങളും ഇൻറ്റിമേറ്റ് രംഗങ്ങളും ചിലപ്പം ആ ഒരു ഫിലിമിൽ വരും. സോ അതെന്താണ് അതിൻ്റെ ഒരു പവിത്രതയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. അതിൻ്റെ രൂപം തന്നെ മാറിപ്പോകുന്നു. നമ്മൾ അത് പല വിഷ്വലായിട്ട് റിക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ മൂല്യം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളതാണ് അവിടെ വിമർശകർ പറയുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ള സബ് ഹെഡിങ് പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേ എന്ന് പറയുന്നതിൽ ഇപ്പം എന്താണ് ലിറ്ററേച്ചേഴ്സ് പല വിഭാഗങ്ങളായിട്ട് പുതിയതായിട്ടുള്ള രീതിയിലും പലതും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലാഷ് ഫിക്ഷൻ പോലത്തെ അഥവാ ചുരുങ്ങിയ രീതിയിലുള്ള 4 5 അല്ലെങ്കിൽ 2 3 വരികൾ മാത്രമുള്ള ചെറിയ ചെറിയ കഥകളൊക്കെ അതൊക്കെ ഇതിൻ്റെ എന്താണ് പുതിയ വേർഷനാണ്. ഇങ്ങനത്തെ പല കഥകളും എഴുതുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എന്താണ് ഇന്നത്തെ പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ്? മാർക്കറ്റ് ടെക്നോളജിയുടെ ഒക്കെ എന്താണ് റിഫ്ലക്ഷൻ കാരണം എന്താണ് ഇതിപ്പോൾ എല്ലാവരെയും എത്തും. അതിൽ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററായി മാറി. അഥവാ ആർട്ടായിക്കോട്ടെ, കൾച്ചർ, മാർക്കറ്റ്, മീഡിയ എല്ലാം ഒന്നായി മാറി എന്നുള്ളതാണ്. ആർക്കും ആരെയും വിമർശിക്കാനും അല്ലെങ്കിൽ ഇത് നമ്മൾ ഒന്ന് ഇടുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് റിലീസ് ചെയ്യുന്നതോടെ ഈ ലോകത്ത് മുഴുവനും അത് കേൾക്കാനുള്ള ഒരു സൗകര്യത്തിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. സോ അത് ഈ ഒരു എല്ലാം ഒന്നായി എന്നുള്ളതിന് ഒരു സൂചനയാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പറയാനായിട്ട്. രണ്ടാമത്തെ യൂണിറ്റും കൂടെ ഞാനിതിൽ അറ്റാച്ച് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് വീഡിയോ ഒരുപാട് ലോങ് ആയത് കാരണം ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ സോറി, 2x ഇട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ.